ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. MG ഞങ്ങളെ താങ്ക് യു സോ മച്ച്. ഞാൻ വീട്ടിൽ കൊണ്ടുപോകട്ടെ? ഒരിക്കലും സമ്മതിക്കില്ല. ഇതെന്റെ സ്നേഹമാണ്. അയ്യോ ഇതെവിടെ വെക്കാനാണെന്നറിയോ? മനസ്സിൽ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ. അപ്പൊ വീട്ടിൽ കൊണ്ടുപോയി ഹൃദയത്തെ സൂക്ഷിക്കണ്ടേ? വീട്ടിൽ കൊണ്ടുപോകുന്ന എന്തിനാ? ഇവിടെ നിന്നങ്ങ് സൂക്ഷിച്ചാൽ മതി. ഓ അപ്പൊ ഞാൻ വീട്ടിൽ പോകുമ്പോ ഇത് ഇവിടെ കളഞ്ഞിട്ട് പോണോ? അല്ല, പിന്നെ മനസ്സിൽ വെക്കണം. ഇത് മനസ്സിൽ വെക്കാൻ തന്നെ. ശരി അത് ചിലപ്പോ കാറ്റ് പോയേക്കാം, പൊട്ടിപ്പോയേക്കാം. ഹൃദയത്തിൽ ഉണ്ടാവണം. ഞാൻ മനസ്സിൽ വെക്കണം. അതായത് എപ്പോഴും ഞാൻ അയ്യോ പൊട്ടിക്കല്ലേ. നമ്മള് സ്നേഹപൂർവ്വം ഒരെണ്ണം തന്നു കഴിഞ്ഞാൽ അത് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. അത് പൊട്ടിപ്പോവോ പറന്നു പോവോ, അതെ അത് ശരിയല്ല. ഞാൻ മനസ്സിൽ സൂക്ഷിക്കണ പോലെ ഇരിക്കും. ഞാൻ സൂക്ഷിക്കും, ഞാൻ നന്നായി സൂക്ഷിക്കും. എത്ര കാലം സൂക്ഷിക്കും? ഇല്ല, ഞാൻ നല്ലോണം സൂക്ഷിക്കും. ഇപ്പൊ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡിൽ നമ്മൾ ഈ സ്നേഹം എല്ലാവർക്കും കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പം നമ്മുടെ ഫിനാലെ അടുത്ത് വരുന്നോണ്ട് ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാളും നമ്മൾ കണ്ട പോലത്തെ ഒരു ടോപ്പ് സിംഗറേ അല്ല, അല്ലേ? സത്യമായിട്ടും. കാരണം കുട്ടികളൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. എല്ലാവർക്കും 1-ാം സ്ഥാനത്ത് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ 1, 2, 3 സ്ഥാനം അത് ശരിക്കും പറഞ്ഞാൽ ദാറ്റ്സ് എ ലക്ക്. കാരണം നന്നായിട്ട് പാടുന്ന കുട്ടികൾക്ക് ആ സമയത്ത് ആ 4 മിനിറ്റ് സമയം ഒരു ശകലം തെറ്റിപ്പോരാ, അല്ലേ? നേരെ ഒരു ഈശ്വരാനുഗ്രഹം. അപ്പൊ എന്തായാലും എല്ലാരും നന്നായിട്ട് പഠിക്കട്ടെ, എല്ലാരും നന്നായിട്ട് പാടട്ടെ. നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം നിറയെ കൊടുക്കൂ. നമുക്ക് എന്തായാലും ഇനി 1 മാസം കൂടെ ഉള്ളൂ. അതെ, അപ്പൊ ആ ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടിയാണ് MG ഞങ്ങൾ ഇപ്പൊ ഈ പാട്ട് പാടിത്തന്നതും നമുക്ക് ഈ സ്നേഹം തന്നിരിക്കുന്നതും. ഓക്കെ, അപ്പൊ ഈ സ്നേഹം വെച്ചോണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു സുന്ദരനും സുന്ദരിയും അല്ല, ഈ പറയുന്ന ആൾക്കാരാ കേൾക്കാൻ വേണ്ടിയാ. അതെ, വടി കൊടുത്ത് അടി വാങ്ങിക്കാൻ. മീനുട്ടിക്ക് എന്നും ഒരു 2 കിലോ ഇത് സാധനം വേണം. പുകഴ്ത്തണം എന്നാലാണ് ഒരു എനർജി. നമ്മുടെ ആരോ പറഞ്ഞ ആര്യൻകുട്ടൻ പറഞ്ഞില്ലേ, ഊർജം. അല്ല, ഞാനൊരു കാര്യം പറയാം മധു. പ്രശംസ ആരാണ് ആഗ്രഹിക്കാത്തത്? നമ്മൾ ദൈവങ്ങളെ വരെ സിന്ദൂരാരുണ വിഗ്രഹാന്തരനയനം നമ്മളെവരെ എല്ലാരും പുകഴ്ത്തല്ലേ. കാലത്ത് പോയി അവിടെ നിന്ന് പ്രാർത്ഥിച്ചാലല്ലേ നമുക്ക്. പിന്നെ ഹനുമാനെ പുകഴ്ത്തിയാലേ പവർ ഹനുമാൻ തന്നെ അറിയുള്ളൂ. അതൊരു ശാപം കിട്ടിയിട്ട് നേരത്തെ അല്ല, എന്നെ നോക്കിയത് മനസ്സിലായില്ല. അല്ല, എന്നെ നോക്കിട്ട് അല്ല, ഹനുമാനെ പുകഴ്ത്തിയാലേ അല്ല, എനിക്ക് എന്തായാലും മധുനെ കണ്ടപ്പോ മറ്റേ രജനീകാന്ത് സാറിന്റെ ഒരു ഫീൽ ഇന്ന് സൺഗ്ലാസ് ഒക്കെ ഇട്ട് സൗണ്ട് വെച്ചിട്ടേ നമുക്കിപ്പോ അങ്ങനെ തോന്നും. മധുങ്ങളെ ഭയങ്കര വൈറലായില്ലേ? അതെ, മധുങ്ങളെ ആ വോയിസിൽ ഒരു വെൽക്കം. അതായത് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം തുടങ്ങാം. ആ വോയിസ് கொஞ்சம் கொடுங்க சாமி. சரி, அனைவருக்கும் வணக்கம். இன்னைக்கு நம்ம எபிசோட் ஸ்டார்ட் பண்றோம். ஐஸ்வர்யமாக இன்னைக்கு ஆரம்பிக்கலாம். അതെ, വളരെ നന്നായിരുന്നു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.